ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം പഠിക്കുമ്പോൾ കയീനും ഹാബേലും യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാം. കയീൻ നിലത്തിലെ അനുഭവത്തിൽ നിന്ന് വഴിപാട് കൊണ്ടുവരുമ്പോൾ ഹാബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കടിഞ്ഞൂലായ ഒന്നിനെ യഹോവയ്ക്ക് വഴിപാടായിട്ട് കൊണ്ടുവരുന്നു. യഹോവയായ ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിക്കുന്നതായിട്ട് നമുക്ക് അറിയാം. ഇത് കണ്ടിട്ട് കയീന് ഹാബേലിനോട് കോപം ജനിക്കുന്നു. യഹോവയാ ദൈവം ഈ സമയത്ത് കയീനോട് ചോദിക്കുകയാണ്, നിന്റെ സഹോദരനോട് നീ കോപിക്കുന്നത് എന്തിന്? നീ നന്മ ചെയ്താല് നിനക്ക് പ്രസാദം ലഭിക്കുകയില്ലയോ? മറ്റൊരാള് തങ്ങളുടെ കയ്യിലുള്ള മേത്തരമായത് ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ട് അവർക്ക് ദൈവപ്രസാദം ലഭിക്കുമ്പോൾ, അവൾക്ക് ആത്മീക നന്മകൾ ഉണ്ടാകുമ്പോൾ, ഭൗതിക നന്മകൾ ഉണ്ടാകുമ്പോൾ നാം അവരെ നോക്കി കോപിച്ചിട്ട് കാര്യമില്ല. നാമും നമ്മളിലുള്ള മേത്തരമായത്, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മികച്ചത്, ശ്രേഷ്ഠമായത് ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ നമ്മയും ദൈവം ആത്മീകമായും ഭൗതികമായും അനുഗ്രഹിക്കും. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ നമ്മൾ അസൂയപ്പെടാതെ, അവരോട് കോപിക്കാതെ, വെറുതെ വാക്കുകൾ കൊണ്ട് അവരെ നോവിച്ച് അവരുടെ ഹൃദയത്തിന് മുറിവേൽപ്പിക്കാതെ നാമും നമ്മിലുള്ള മികച്ചത് ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇവിടെ യഹോവയായ ദൈവം കയീന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിന്റെ സഹോദരനോട് നീ കോപിക്കരുത്. കോപിക്കുവാണെങ്കിൽ പാപം വാതിൽക്കൽ കിടക്കുന്നുവെന്ന് യഹോവയായ ദൈവം കയീന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. അത് വകവയ്ക്കാതെ, അത് കൂട്ടാക്കാതെ കയീൻ ഹാബേലിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൊന്നു കളയുന്നതായിട്ട് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യഹോവയായ ദൈവം കൊടുത്ത മുന്നറിയിപ്പ് പോലും കയീൻ തന്റെ കോപത്തില് അവഗണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ കയീൻ സഹോദരനോട് പാപം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. യഹോവയായ ദൈവം കയീനെ വിളിച്ച് പറയുകയാണ്, നിന്റെ സഹോദരന്റെ രക്തം, നിരപരാധിയായ നിന്റെ സഹോദരന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. നാമും പലപ്പോഴും മറ്റുള്ളവര്, നമ്മുടെ കൂടെയുള്ളവര് ആത്മീക മേഖലകളിൽ പോലും അവര് ദൈവപ്രസാദം ലഭിച്ച് ആത്മീക നന്മകൾ പ്രാപിക്കുമ്പോൾ, ആത്മീക വരങ്ങൾ പ്രാപിക്കുമ്പോൾ അവരെ വാക്കുകൾ കൊണ്ട് നോവിക്കുവാനും അതുപോലെ വിമർശിക്കുവാനും അവരെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാനും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ശ്രമിക്കാറുണ്ട്. എന്നാൽ യഹോവയായ ദൈവം പറയുകയാണ്, നിരപരാധികളായ അവരുടെ ഹൃദയത്തിൽ നിന്ന് മുറിവേൽക്കുമ്പോൾ ഉണ്ടാകുന്ന രക്തം നമുക്കെതിരെ സാക്ഷ്യം പറയും. ദൈവസന്നിധിയിൽ ആ രക്തം നമുക്കെതിരെ നിലവിളിക്കും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ കൂടെയുള്ളവര്, ചുറ്റുമുള്ളവർ ആരെങ്കിലും ഉയർച്ച പ്രാപിച്ചപ്പോൾ നമ്മൾ അവർക്കെതിരെ സംസാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അവരെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ഹൃദയത്തിന് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. ഇവിടെ കയീൻ ദൈവസാന്നിധ്യമുള്ള സ്ഥലത്ത് നിന്ന് നോതെന്ന് പറഞ്ഞ ദൈവസാന്നിധ്യമില്ലാത്ത ഒരു പട്ടണത്തിലേക്ക് മാറ്റപ്പെടുന്നതായിട്ട് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കയീന്റെ ജീവൻ ദൈവം വിട്ടുകൊടുക്കുന്നു, എന്നാൽ അവന് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ വംശാവലിയിൽ നിന്ന് കയീന്റെ പേര് നീക്കം ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദാമിന്റെ ആദ്യജാതനായ കയീനാണ് വംശാവലിയിൽ പേര് ചേർക്കപ്പെടേണ്ടവൻ. എന്നാൽ ഹാബേലിന് പകരം ഷേത്ത് എന്നൊരു മകൻ ആദാമിന് ജനിക്കുന്നു. ഈ ഷേത്തിലൂടെ വംശപാരമ്പര്യം തുറന്നു കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാമും വിശുദ്ധിയുള്ള ജീവിതം നയിക്കാം, നമ്മുടെ നാവുകളെ സൂക്ഷിക്കാം, നിരപരാധികളുടെ രക്തം വീഴ്ത്താതെ നമുക്ക് ശ്രദ്ധിക്കാം, മറ്റുള്ളവർക്ക് ഹൃദയത്തിൽ മുറിവുണ്ടാക്കാതെ നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ ചെയ്താൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മുടെ പേര് വെട്ടിക്കളയുവാനായിട്ട് ഇടയായി തീരും. ഈ വചനങ്ങളെ ഗ്രഹിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.